ഹായ്, ഇതാണ് ഞങ്ങളുടെ സിദ്ധു. സിദ്ധുവിനൊരു പ്രത്യേകതയുണ്ട്. സിദ്ധു എൻ്റെ അമ്മയെ വിളിക്കുന്നത് അമ്മയെന്നാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ അമ്മയെ അമ്മേ അമ്മയെന്ന് വിളിക്കുന്നത് കൊണ്ട് അവനും അമ്മയെന്ന് വിളിക്കുന്നു. എൻ്റെ അച്ഛന് സിദ്ധു വിളിക്കുന്നത് ഇമ്മീന്നാണ്. വേറൊന്നുമില്ല, അവൻ്റെ അപ്പൂപ്പൻ എൻ്റെ അച്ഛനെ വിളിക്കുന്നത് ഇമ്മീന്നായതുകൊണ്ട് അവനും ഇമ്മീന്ന് വിളിക്കുന്നത്. എൻ്റെ ചേട്ടനെ വിളിക്കുന്നത് ചേട്ടാന്നാണ്. ഈ ഒരു രീതിയിൽ കുട്ടികൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് നിങ്ങൾക്കും വീട്ടിൽ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വേറെ ഒന്നുമല്ല, നമ്മൾ എങ്ങനെയാണോ ആൾക്കാരോട് സംസാരിക്കുന്നത്, പെരുമാറുന്നത് എന്നൊക്കെ കണ്ട് ഇവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഓഫ് ബ്രെയിൻ ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് ആണ് അവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. നമ്മൾ എന്താണോ സംസാരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ കണ്ട് ഒബ്സർവ് ചെയ്ത് ഇത് അതേപോലെ അബ്സോർബ് ചെയ്തെടുത്ത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളിൽ വളരെയേറെ കൂടുതലാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കാതെയും വഴക്കിട്ടും ഒക്കെയാണ് നിങ്ങളുടെ വീടുകളിൽ പെരുമാറുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ എത്രമാത്രം മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും പിന്നീട് വളരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. നേരെ മറിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റുട്ടീനിൽ പോകുന്ന, വളരെ കൈൻഡായിട്ടും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഒക്കെയാണ് നിങ്ങൾ സംസാരിക്കുകയും ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങളുടെ വീടെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ എത്തരത്തിലൊരു ഡെവലപ്മെൻറ്റ് ആയിരിക്കും നിങ്ങളുടെ കുട്ടിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ മിറർ ന്യൂറോൺസ് ആണ് ഭൂരിഭാഗം കുട്ടികളിലും അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്പിനും സോഷ്യൽ എൻഗേജ്മെൻറ്റിനുമൊക്കെ അവരെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളുള്ള എല്ലാ പാരൻസും അവരോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന രീതികൾ എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക.